ദാമ്പത്യം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 60. ഈ പോക്ക് വേണ്ടായിരുന്നു. ആദിയുടെ കാർ എങ്ങോട്ടേക്കാ പോകുന്നതെന്നറിഞ്ഞതും ദേവിക അവനെ തടയുവാനായി ശ്രമിച്ചു. കാരണം ഇനി ഒരു കൂടിക്കാഴ്ച അവളെ കൊണ്ട് ഈ സമയത്ത് താങ്ങുവാൻ സാധിക്കുമായിരുന്നില്ല. ഈ പോക്കാണ് ശരിക്കും പറഞ്ഞാൽ വേണ്ടത്. അവളുടെ ഭയം മനസ്സിലാക്കിയതും ആദി കട്ടായം പറഞ്ഞു. ദേവിക കുഞ്ഞിനെ അടക്കി പിടിച്ചുകൊണ്ട് അവനെ ഒന്ന് നോക്കിയതല്ലാതെ വേറൊന്നും സംസാരിച്ചില്ല. കാരണം ഈ പോക്ക് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തതാണെന്ന് ആദിയുടെ മുഖം കണ്ടാൽ തന്നെ അറിയാൻ സാധിക്കുമായിരുന്നു. വണ്ടി ദേവികയുടെ വീടിന് മുൻപിൽ ചെന്ന് നിന്നു. ഇറങ്ങ. ഇനിയും ഇറങ്ങാതെ തത്തയും മടിയിൽ വെച്ചിരിക്കുന്നവളെ നേരെ അവൻ കണ്ണ് ചിമ്മി കാട്ടിക്കൊണ്ട് പറഞ്ഞു. ഒട്ടൊരു പരിഭ്രമത്തോടെ അവൾ ആ വീടിന്റെ മുറ്റത്തേക്ക് കാലുകൾ വെച്ചു. എന്നിട്ട് അവിടെ മൊത്തത്തിൽ കണ്ണുകളാൽ ഒഴിഞ്ഞു. വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. 1 വർഷത്തോളമായി ഈ വീട്ടിലേക്ക് ഒന്ന് വന്നിട്ടെന്ന് അവൾ ഓർത്തു. അന്ന് ദിവ്യേച്ചിയുടെയും ദേഷ്യത്തോടെയുള്ള അമർഷത്തോടെയുമുള്ള മുഖം കണ്ടിട്ടിറങ്ങിയതാണ്. പിന്നീട് ഇങ്ങോട്ടേക്ക് വന്നിട്ടേയില്ല. പെരുവഴിയിൽ കുഞ്ഞിനെയും കൊണ്ട് ആരുമില്ലാതെ നിന്നപ്പോഴും ഇങ്ങനൊരു വീട് തനിക്കുണ്ടെന്നുള്ള കാര്യം മനഃപൂർവ്വം മറവിക്ക് വിട്ടുകൊടുത്തിരുന്നു. ഭംഗിയൊക്കെ കാണാൻ ഇനിയും സമയമുണ്ട് ടീച്ചറെ. വാ, ഇപ്പൊ അകത്തേക്ക് പോകാം. അവൻ ആ പെണ്ണിന്റെ വലങ്കയിൽ തന്റെ ഇടംകൈ ചേർത്തുകൊണ്ട് പിടിച്ചു. ഒരു ധൈര്യത്തിന് നേരെ ചെന്ന് കോളിംഗ് ബെൽ അടിച്ചിട്ട് അടഞ്ഞു കിടക്കുന്ന മുൻവാതിലിന് മുമ്പിൽ ചെന്നവർ നിന്നു. അമ്മുമ്മെ കാണാച്ചേ. കുഞ്ഞിപ്പെണ്ണിന്റെ മുഖത്ത് സന്തോഷം മാത്രമായിരുന്നു. 2 നിമിഷങ്ങൾ കൂടി കഴിഞ്ഞാണ് അവരുടെ മുൻപിൽ ആ വാതിൽ തുറന്നത്. ആരാ? വാതിൽക്കൽ നിൽക്കുന്ന 28 വയസ്സ് പ്രായം വരുന്ന പെണ്ണിനെ കണ്ടതും ദേവികയുടെ മുഖം ചുളുങ്ങി. ഇവിടെ ആരുമില്ലേ? ആ ചോദ്യത്തിനുള്ള മറുപടി നൽകാതെ മറു ചോദ്യം ചോദിച്ചുകൊണ്ട് ആദ്യ അകത്തേക്ക് കയറി. ഇവിടുത്തെ സാർ ഓഫീസിലേക്ക് പോയി. അമ്മ അകത്ത് കിടക്കുക. വിഷ്ണുമോൻ സ്കൂളിലേക്കും. അല്ല, നിങ്ങൾ ആരാന്ന് പറഞ്ഞില്ല. വീട്ടിൽ കയറി വന്നവരെ ഇനിയും മനസ്സിലാവാതെ വനം ചുവന്ന് അമ്പരന്നു. ഇവിടുത്തെ അമ്മയുടെ മകളാ ഇത്. പേര് ദേവിക. സരസ്വതിയുടെ മുറിയിലേക്ക് കയറുന്നതിനിടയിൽ ദേവികയെ ചൂണ്ടിക്കാട്ടി ആദി പറഞ്ഞു. സോറി മാഡം, ഞാൻ അറിഞ്ഞില്ല. ഞാൻ അമ്മയെ നോക്കാൻ വന്ന ഹോം നേഴ്സാ. പേര് വനജ. അവള് ദേവികയുടെ മുൻപിൽ ഒട്ടൊരു ബഹുമാനത്തോടെ നിന്നു. സാരില്ല, അറിയാതെയല്ലേ. അമ്മയ്ക്കിപ്പോ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? മുറിയിലേക്ക് കയറുന്നതിനിടയിൽ സരസ്വതിയുടെ വിശേഷം ചോദിക്കുവാനും അവൾ മറന്നില്ല. ഇന്നലെയൊക്കെ ഇത്തിരി കൂടുതലായിരുന്നു ശ്വാസം മുട്ടല്. ഇന്നിത്തിരി കുറവുണ്ട്. വനജ അവളുടെ പിന്നാലെ ചെന്നു. അവർ മുറിയിലേക്ക് ചെന്നപ്പോൾ കണ്ടത് കട്ടിലിൽ കിടക്കുന്ന സരസ്വതിയോട് ചിരിയോടെ കുശലം ചോദിക്കുന്ന ആദിയെയാണ്. ഒപ്പം ബെഡിലേക്ക് കയറിയിരുന്നു കൊണ്ട് അമ്മുമ്മയെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന കുഞ്ഞിപ്പെണ്ണിനെ. മോളെ. ദേവികയെ കണ്ടതും അവർ കൈനീട്ടി അടുത്തേക്ക് വിളിച്ചു. അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എങ്ങനുണ്ട് അമ്മ ഇപ്പോ? സരസ്വതിയുടെ കൈ കവർന്നുകൊണ്ട് അരികിലേക്കായി ദേവിക ചെന്ന് നിന്നു. അമ്മയ്ക്ക് സുഖാ മോളെ. കൈകുത്തി എഴുന്നേൽക്കാൻ തുടങ്ങിയവരെ ദേവികയും വനജയും കൂടി എഴുന്നേൽപ്പിച്ചിരുത്തി. അമ്മ വല്ലാണ്ട് ക്ഷീണിച്ചു. അവരുടെ നേരിയത് പിടിച്ചിട്ട് കൊടുക്കുന്നതിനിടയിൽ ദേവിക സങ്കടം പറഞ്ഞു. അമ്മയൊന്നും കഴിക്കില്ല. എന്തേലും കഴിക്കാൻ ഉണ്ടാക്കി കൊടുത്താലും പകുതിയും മിച്ചം വെക്കും. എപ്പോഴും ഓരോ ചിന്തയാ. ടെൻഷൻ അടിക്കരുതെന്ന് പറഞ്ഞാൽ കേക്കില്ല. അവിടെ നിന്ന് വനജയാണ് അതിനുള്ള മറുപടി നൽകിയത്. എന്താ അമ്മ ഇത്? ഒന്നും കഴിച്ചില്ല എങ്ങനെയാ? എഴുന്നേറ്റ് നടക്കണമെന്ന് അമ്മയ്ക്കൊട്ടും ആഗ്രഹമില്ലേ? ദേവിക കരുതലോടെ അവരെ ശാസിച്ചു. എന്തിനാ മോളെ ഞാൻ ഇനി എഴുന്നേറ്റ് നടന്നിട്ട്? ഈശ്വരൻ പെട്ടെന്ന് തന്നെ എന്നെ ഒന്ന് വിളിച്ചാ മതിയേ ഉള്ളൂ എനിക്ക്. അങ്ങനെ ആയിരുന്നാൽ ഇതൊന്നും കാണേണ്ടി വരില്ലായിരുന്നല്ലോ. ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ നേരിയതിന്റെ കോന്തല കൊണ്ട് തുടച്ചു മാറ്റുന്ന സരസ്വതിയെ കണ്ടതും ഒട്ടൊരു വല്ലായ്മയോടെ ആദ്യം ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അറിയാം, ദിവ്യയുടെ ഇറങ്ങിപ്പോക്കുകൊണ്ടുള്ള സങ്കടമാണ് അവർക്കുള്ളതെന്ന്. ദേവേട്ടനും ദിവ്യയും പിരിയുമോ എന്നൊരു പേടിയുണ്ട്. എന്താ അമ്മ ഇങ്ങനെ? വെറുതെ ഓരോന്നോർത്ത് ടെൻഷൻ അടിക്കണ്ട. എല്ലാം ശരിയാവും. ദേവിക അവരുടെ അരികിലായിരുന്നു. ഞാൻ ചായ എടുക്കാം. അമ്മയും മകളും സംസാരിക്കട്ടെ എന്ന് കരുതി വനജ ആ മുറിയിൽ നിന്നും ചിരിയോടെ പുറത്തേക്കിറങ്ങി. എന്നോട് ക്ഷമിക്കണം മോളെ. ഞാൻ നിനക്കൊരു അമ്മ ആയിരുന്നില്ല.
മകന്റെയും മരുമകളുടെയും ചിലവിൽ കടന്നപ്പോ ഞാനും ഒരു സ്ഥാർത്ഥയായ അമ്മയായി പോയി. ചിലതൊക്കെ എന്റെ നിലനിൽപ്പ് മാത്രമേ ഞാനും ആലോചിച്ചിട്ടുള്ളൂ. ഞങ്ങളോട് നിനക്ക് ചെയ്തതിന് ഈശ്വരൻ പകരം വീട്ടി. വനജ പോയതും സരസ്വതി അവരുടെ സങ്കടങ്ങളുടെ കെട്ടഴിച്ചു. ദേവിക ഒരു കേൾവിക്കാരിയായി മുഴുവൻ സമയവും അമ്മയുടെ മുമ്പിൽ ഇരുന്നു കൊടുത്തു. അങ്ങനെയെങ്കിലും അവരുടെ സങ്കടങ്ങൾക്ക് ഒരിത്തിരി ആശ്വാസം കിട്ടട്ടെ എന്ന് അവളും കരുതി. കുറച്ചുനേരം ഇരുന്ന് അവിടെ നിന്നും പ്രാതലും കഴിച്ചിട്ടാണ് ആദിയും ദേവികയും കുഞ്ഞും കൂടി ആ വീട്ടിൽ നിന്നും യാത്ര പറഞ്ഞിറങ്ങിയത്. ഇനിയും വരാം എന്ന ഉറപ്പോടെ. അനാമിക, റൂഹിക്ക് അവളെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ലായിരുന്നു. അവളുടെയും ജീനയുടെയും പ്രണയകഥ കേട്ട് കഴിഞ്ഞതും അവൾക്ക് ആദ്യം ഒരുതരം ഞെട്ടലായിരുന്നു. ഞാൻ എന്താ ചെയ്യാ റൂഹി? അവൾ ഇങ്ങനെ ഇങ്ങനെ മാറുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇനിയിപ്പോ ഞാൻ എങ്ങനെ ജീവിക്കും? എനിക്ക് ഭ്രാന്ത് പിടിക്കും അവളില്ലാതെ. 3 ദിവസങ്ങളായി അതേ പല്ലവി തന്നെയാണ് അവളുടെ വായിൽ നിന്നും വരുന്നതെന്ന് റൂഹി ഓർത്തു. അനാമിക, പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. അവളിപ്പോ നിന്റെ അല്ല. ജീനയ്ക്കിപ്പോ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്, റോഷൻ. നിന്നെ വേണ്ടെന്ന് വെച്ച് പോയവൾക്ക് വേണ്ടി ഇങ്ങനെ ജീവിതകാലം മുഴുവനും കരഞ്ഞിരിക്കാനാണോ നിന്റെ തീരുമാനം? ഇങ്ങനെ പോയാൽ കാര്യങ്ങൾക്കൊരു നീക്കുപോക്കുണ്ടാവില്ലെന്ന് മനസ്സിലായതും റൂഹി അവളോട് ദേഷ്യപ്പെട്ടു. മറക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല റൂഹി. അനാമിക വാവിട്ട് കരഞ്ഞു. അതൊക്കെ വിട്, നീ അവളെ മറക്കണ്ട. പക്ഷേ ഒരു കാര്യം നീ പറഞ്ഞേ പറ്റൂ. ഇങ്ങനെ എത്ര നാൾ എനിക്ക് നിന്നെ നോക്കാൻ പറ്റും? ഇനി നീ നിന്റെ വീട്ടിലേക്ക് ചെന്നാലും അവര് നിന്നെ അവിടെ കേറ്റത്തില്ലെന്ന് നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്. ഇനി എന്താണ് നിന്റെ തീരുമാനം? എനിക്കത് അറിഞ്ഞേ പറ്റൂ. റൂഹി കട്ടായം പറഞ്ഞു. കാരണം റൂഹിയെ സംബന്ധിച്ചിടത്തോളം അനാമിക വെറും ഒരു ഫ്രണ്ട് മാത്രമാണ്. അവളെക്കുറിച്ച് കൂടുതലൊന്നും അറിയുകയുമില്ല. കണ്ടുമാത്രം പരിചയമുള്ള ഒരു പെണ്ണിനെ വീട്ടിൽ താമസിപ്പിക്കുക എന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇവിടെ ഒറ്റയ്ക്ക് അവളെ നിർത്തിയിട്ട് എന്ത് ധൈര്യത്തിലാണ് താൻ ഡ്യൂട്ടിക്ക് പോകുക? മനസ്സ് തകർന്നിരിക്കുന്നവൾ വല്ല കടുങ്കയും ചെയ്താൽ നാളെ താൻ പിടിക്കപ്പെടും. ഇങ്ങനെയൊരു വയ്യാവേലി എടുത്ത് തലയിൽ കയറ്റിവെച്ചല്ലോ എന്നോർത്ത് അവൾക്ക് സ്വയം പുച്ഛം തോന്നി. ഞാനിവിടുന്ന് പൊയ്ക്കോളാം റൂഹി. നിനക്ക് ഞാനൊരു ശല്യമാവുന്നുണ്ടല്ലേ? പെട്ടെന്നാണ് അനാമികയുടെ വായിൽ നിന്നും അങ്ങനെയൊരു സംസാരം ഉണ്ടായത്. അങ്ങനെയല്ല അനാമിക, ഞാൻ പറഞ്ഞത് നിനക്ക് ശരിക്കും മനസ്സിലാവാഞ്ഞിട്ടാണ്. ഒരു പെണ്ണിനെ, അതും തകർന്നിരിക്കുന്ന ഈ അവസ്ഥയിൽ, പെരുവഴിയിൽ ഇറക്കി വിടാനും റൂഹിക്ക് മനസ്സ് വരുന്നുണ്ടായിരുന്നില്ല. അറിയാൻ റൂഹി, 3 ദിവസങ്ങളായി ഞാൻ നിന്റെ ഫ്ലാറ്റിൽ വന്നിട്ടെന്ന്. ഞാൻ കാരണം നീ ജോലിക്ക് പോലും പോകുന്നില്ലെന്ന്. ഈ ഒരു രാത്രി ഈ ഒരു രാത്രി കൂടി നീ എന്നെ ഒന്ന് സഹിക്കോ? നാളെ രാവിലെ തന്നെ ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പൊയ്ക്കോളാം. അനാമിക തന്റെ കൈകൾ അവൾക്ക് മുൻപിൽ കൂപ്പി. എടി, ഇവിടെ നിറങ്ങിപ്പോയാൽ നീ എങ്ങോട്ട് പോകും? എങ്ങനെ ജീവിക്കും? എന്ത് കഴിക്കും? ഇത് സിറ്റിയാണ്. ഇവിടെ ജീവിക്കാൻ പണം ആവശ്യമാണ്. റൂഹി പരിഭ്രമത്തോടെ പറഞ്ഞു. സാരമില്ല റൂഹി, നിന്നെ ഇനി കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. ആരും ഇല്ലാഞ്ഞിട്ട് നീ എനിക്ക് അഭയം തന്നു, ഭക്ഷണം തന്നു, കൂട്ടിരുന്നു. മറക്കില്ല ഞാൻ ഒരിക്കലും. അത് പറയുമ്പോൾ കരച്ചിലിനിടയിലും പുഞ്ചിരിക്കാൻ അവൾ മറന്നില്ല. നീ എങ്ങോട്ടും പോണ്ട. നിനക്കിപ്പോ ഒരു ജോലിയാണ് ആവശ്യം. എന്റെ ഓഫീസിൽ വേക്കൻസി ഉണ്ടാവും. ഞാൻ ഹെഡിനോട് പറഞ്ഞ് അതെങ്ങനെയെങ്കിലും ശരിയാക്കി തരാം. തൽക്കാലത്തേന് നീ അവിടെ ജോയിൻ ചെയ്യാൻ നോക്ക്. താമസിക്കാൻ ഒരു വിമൻസ് ഹോസ്റ്റലും ഞാൻ അറേഞ്ച് ചെയ്തു തരാം. ഒരു ജോലിയൊക്കെ ആകുമ്പോഴേക്കും നിന്റെ ഈ മൂടും മാറും. റൂഹിക്ക് അവളെ അങ്ങനെ പെരുവഴിയിലേക്ക് ഇറക്കി വിടാൻ തോന്നിയില്ല. എന്തോ അവളോടൊരു സഹതാപം തോന്നിപ്പോയി. ഹേ മാൻ, ഇവിടെ എന്ത് നടക്കുന്നു? ഫോണിൽ കൂടിയുള്ള ജിത്തിന്റെ ആക്കിയ ചിരി ഇപ്പുറമുള്ള ആദിയുടെ ചെവിയിലും പതിഞ്ഞിരുന്നു. നിന്റെ നടക്കുന്നു. പല്ല് ഞെരിച്ചുള്ള ഒരു ചീത്തയായിരുന്നു അതിനുള്ള മറുപടി. നിനക്കൊന്ന് നന്നായി കൂടടാ പട്ടി. ഓ, എന്റെ ചെവിന്ന് ബ്ലഡ് വന്നു. ജിത്ത് തന്റെ ചെവിയിൽ വിരലിട്ടുകൊണ്ട് പിറുപിറുത്തു. കയ്യിലിരിപ്പ് നന്നായാൽ ഒരിടത്തൂടെയും ബ്ലഡ് വരില്ല. ആദ്യമൊന്നും മുരണ്ടു. നീ ഇങ്ങനെ ദേഷ്യം പിടിക്കല്ലേ ആദി, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. അവനിൽ നിന്നും ഒരു ഇളിച്ച ചിരി പുറത്തേക്ക് വന്നു. പറയുന്നത് തമാശയാണെന്ന് അപ്പുറത്തിരിക്കുന്നതിനും കൂടി തോന്നണ്ടേ? അവൻ പല്ല് ഞെരിച്ചുകൊണ്ട് പറഞ്ഞു. നീ അതൊക്കെ വിടാതി.
എന്തു പറയുന്നു എന്റെ അനിയത്തി കൊച്ച്? ജിത്ത് പൊടുന്നനെ വിഷയം മാറ്റി. എന്തു പറയാൻ? അല്ല, നിന്റെ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞോന്നാ ഞാൻ ചോദിച്ചേ. ചെക്കൻ വീണ്ടും കിള്ളാൻ വന്നു. നിന്റെ വെച്ചിട്ട് പോടാ. വീണ്ടും ഒരു മുഴുനീളം ചീത്തവിളിയിൽ ആദ്യ സംസാരം അവിടെ നിർത്തി. എന്നിട്ട് ഫോൺ കട്ട് ചെയ്ത് ബെഡിലേക്ക് ഇട്ടു. ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞോന്ന് വൃത്തികെട്ടവൻ അറിഞ്ഞുകൊണ്ട് ചോദിച്ചതാ പൊട്ടൻ. അവന്റെ ഒരു കളിയാക്കൽ, അതും എന്റെ അടുത്ത്. ആദി പല്ല് ഞെരിച്ചുകൊണ്ട് കട്ടലിൽ കമഴ്ന്നു കിടന്നു. ആദിയേട്ടാ. അപ്പോഴാണ് ദേവിക മുറിയിൽ വന്ന് അവളെ വിളിക്കുന്നത്, അതും വളരെ മെല്ലെ. ഉറക്കം നടിച്ചു കിടന്നവൻ അവളുടെ ആദിയേട്ടാ എന്നുള്ള വിളി ആസ്വദിച്ചു കിടന്നു. ആദിയേട്ടാ, ഊണ് കഴിക്കാൻ വരാൻ പറഞ്ഞു. അവൻ എഴുന്നേൽക്കുന്നില്ലെന്ന് കണ്ടതുകൊണ്ടാവാം അവള് പെട്ടെന്ന് അവന്റെ അരികിലേക്ക് ചെന്നു നിന്നുകൊണ്ട് വീണ്ടും വിളിച്ചത്. പക്ഷേ അപ്പോഴും ആദി മൗനമായിരുന്നു. ആദിയേട്ടാ വായോ. പെണ്ണ് തന്റെ കൈ നീട്ടി അവന്റെ തോളിൽ തട്ടാൻ വേണ്ടി ചെന്നപ്പോഴാണ് അവൻ തിരിഞ്ഞു കിടന്നതും പെണ്ണിന്റെ വലം കൈ പിടിച്ച് ദേഹത്തേക്ക് വലിച്ചിട്ടതും. തത്തമ്മേ വാടി, കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാം. ഒരു കള്ളച്ചിരിയോടെ അവളെ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചവൻ.